കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രാർത്ഥന എന്ന വിഷയം. എത്ര പേര് പ്രാർത്ഥനയിൽ ഒരു ധൈര്യം കാണിച്ചു? കുറവുകളോടുകൂടി തന്നെ ദൈവസന്നിധിയിൽ ചെന്നത് ആരൊക്കെയാണ്? കുഴപ്പക്കാരനാണ് കർത്താവേ, എന്നാലും എനിക്ക് മറുപടി തരണം, പുത്രൻ്റെ നാമത്തിൽ തരണം, അങ്ങ് നല്ലവനാണ്, അങ്ങനെ കൈവിടില്ല. ഈ ഒരു വിശ്വാസത്തോടുകൂടി ആര് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു? നിങ്ങളുടെ പ്രാർത്ഥന സ്ട്രോങ് ആക്കി എടുക്കുക. കഴിവുകേടുകളോടുകൂടി തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക, കുറവുകളോടുകൂടി തന്നെ ചെല്ലുക. തൻ്റെ അടുക്കൽ വരുന്ന ആരെയും കർത്താവ് കൈവിടില്ല. കർത്താവ് കരുണയുള്ളവനാണ്, കർത്താവ് സ്നേഹമാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലൂടെ ഇനിയുള്ള നാളുകളിൽ വലിയ നന്മകൾ നമ്മൾ സ്വന്തമാക്കും. ഈ മാസം അവസാനിക്കാൻ ഇനി ചില ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. എങ്കിലും കർത്താവ് ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ വലിയ നന്മകൾ നമ്മൾ കണ്ടിരിക്കും. കാരണം ഈ സത്യങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മറുപടി കാണും. എത്രയോ വർഷങ്ങൾ ബർത്തിമായി കുരുടനായി ജീവിച്ചല്ലേ, എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ ആ മുറുക്കെ പിടിക്കുന്ന ഒരു വിളി വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതം മാറാൻ ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. ഒരു നിലവിളിയാണ്, ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും നേടിയതിനേക്കാൾ ജീവിതകാലം മുഴുവൻ അനുഭവിച്ച ക്ലേശങ്ങൾ, മാറാതെ കിടക്കുന്ന വിഷയങ്ങളെ അതിജീവിക്കാൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചതിനേക്കാൾ ശ്രേഷ്ഠമാണ് പ്രാർത്ഥന. ഒരു ഒറ്റ പ്രാർത്ഥന മതി, ജീവിതം യു-ടേൺ എടുക്കേണ്ടി വരും. ഇന്ന് പോകുന്നത് പോലെയല്ല, മറ്റൊരു ദിശയിലേക്ക് തിരിയും. ബർത്തിമായി യേശുവിനെ അനുഗമിച്ചെന്ന്. അതുവരെ അവൻ കുരുടനായിരുന്നു, ദരിദ്രനായിരുന്നു, ഭിക്ഷക്കാരനായിരുന്നു. അന്നു മുതൽ അവൻ കുരുടനല്ല, ദരിദ്രനല്ല, ഭിക്ഷക്കാരനല്ല. ഒറ്റ നിമിഷം കൊണ്ട് യേശു തൊട്ടാൽ, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ പിന്നെ പഴയതെല്ലാം പോയി സകലതും പുതിയതാകും. യേശുവിൽ വിശ്വസിക്കാൻ, നമ്മെ മാനിക്കാൻ നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തെ ഹൃദയവും മനസ്സും തുറന്ന് പാടി ആരാധിക്കാം.
ഒരു കാര്യത്തിന് മാത്രം എൻ കണ്ണുകൾ തുറക്കാം. അങ്ങയുടെ സൗന്ദര്യം ഒന്ന് കാണാൻ യേശുവേ കാണാൻ എൻ കണ്ണുകൾ തുറക്കാം. എൻ കണ്ണുകൾ തുറക്കാം. അങ്ങയുടെ മനോരഥം ഒന്ന് കാണാൻ യേശുവേ കാണാൻ എൻ കണ്ണുകൾ തുറക്കാം. യേശുവേ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും നല്ലതിനായിട്ടുള്ള വിശപ്പ് എന്ന വിഷയമാണ്. ഏറ്റവും നല്ലതിന് വേണ്ടി ഒരു വിശപ്പ് വേണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 30-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ. യേശു ആ സമയത്ത് അവിടെ യാക്കോബിൻ്റെ ഉറവയുടെ അരികിലിരിക്കുകയാണ്. വെള്ളം കോരുവാനായിട്ട് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്. യേശു അവളോട് സംഭാഷിക്കുന്നത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയത്. ഇപ്പോൾ പട്ടണത്തിൽ നിന്ന് അന്നത്തെ പൊറോട്ടയും ബീഫും പാർസലായിട്ട് വാങ്ങി അവർക്ക് കഴിക്കേണ്ടതെല്ലാം അവർക്ക് ചൂടോടെ കഴിക്കണം. കർത്താവിന് പാർസൽ വാങ്ങിക്കൊണ്ടുവന്നു. കാരണം ഇവർക്ക് എല്ലാം ഫ്രഷായിരിക്കണം. ഇവർ മീൻപിടുത്തക്കാരായതുകൊണ്ട് ഇവർക്ക് ഫ്രിഡ്ജിൽ വെച്ചതൊന്നും ഇഷ്ടമല്ല. ഇവരെല്ലാം ഭയങ്കര ഇന്നലത്തെ പറ്റില്ല, അവർക്ക് മീൻ തന്നെ വേണം. ഈ തീരദേശക്കാർക്ക് ഭയങ്കര നിർബന്ധങ്ങളാണ്. നമ്മളോർക്കും ധനികരായ മനുഷ്യർക്കെല്ലാം നിർബന്ധമാണ്. ധനികരായ മനുഷ്യർ പാവങ്ങൾ. ധനികയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫ്രിഡ്ജിൽ വെച്ച സംഭവം 3-4 ആഴ്ച ചൂടാക്കി കൊടുത്തിട്ട് ഒരു ചൂടുമില്ലാതെ അങ്ങേരിരുന്ന് കഴിച്ചോളും പാവപ്പെട്ടവൻ. എന്നാൽ തീരദേശക്കാരങ്ങനെയല്ല. അവർക്ക് പച്ച മീൻ വേണം. ഇപ്പം പിടിച്ച മീനുണ്ടോ? അതുകൊണ്ടാണ് കർത്താവും അവരോട് പറഞ്ഞു ഇപ്പം പിടിച്ച മീൻ കൊണ്ടുവരാൻ പറഞ്ഞത്. കർത്താവ് കനലിൽ ചുട്ട മീൻ വെച്ചെങ്കിൽ ഇവർക്ക് ഇപ്പം പിടിച്ച മീൻ അവിടെ നിർബന്ധക്കാരുണ്ട്. കർത്താവ് കൊടുത്താലും പറയും ഇപ്പം പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇങ്ങനത്തെ സ്വഭാവക്കാരാണ്. അപ്പം ഇവർ പട്ടണത്തിൽ പോയി ഈ പൊറോട്ട അങ്ങനെ അടിക്കുന്നത് നോക്കി നിന്നിട്ട് അത് ചൂടോടെ അയാളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് 2 അടിയും കൂടി അടിച്ച് അതിന് ശേഷം അതിങ്ങനെ ഓരോന്ന് വിടർത്തി അങ്ങനെ ബീഫിനും കൂടി ചേർത്ത് പിടിച്ചിട്ട് വേണം വായിൽ വെക്കാൻ. പക്ഷെ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ എല്ലാ രീതിയും മാറും. ഈ പാർസൽ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം ഇതെല്ലാം കൂടി കുഴഞ്ഞിരിക്കും. യേശുവിന് ഇതൊരു വിഷയമല്ല. അല്ലെങ്കിൽ യേശുവിന് പറയടാ കുറേ നാളായി ചൂട് സംഭവങ്ങൾ കഴിച്ചിട്ട്, അതുകൊണ്ട് പാർസൽ വേണ്ട. യേശുവിന് ഭക്ഷണം ഒരു വിഷയമല്ല. യേശുവിൻ്റെ വിശപ്പ് അതിനേക്കാൾ വലുതാണ്. അപ്പോൾ വിശപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4:30 അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്നപേക്ഷിച്ചു. അതിന് അവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. നമുക്ക് തന്നെ ഈ നമ്മുടെ വീട്ടിൽ ജോലിയൊക്കെ നടക്കുമ്പോൾ കാർപ്പൻ്റർമാർ വരും, അതുപോലെ കെട്ടിട പണിക്കാരുണ്ടാകും, വെൽഡിങ് പണിക്കാരുണ്ടാകും. അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ചായ കൊണ്ടുവന്ന് 5:30-ക്കും രാവിലെ ഒരു 10 മണി കഴിയുമ്പോഴും അവർ 4:30-ക്കൊക്കെ കൊണ്ടുപോയി അവർക്ക് ചായ കൊടുത്തിട്ട് ചായയും കടിയും കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ വിളിച്ചാലും അവർ വരില്ല. അപ്പം നമ്മളവരെ കളിയാക്കുന്നത് നമ്മുടെ ചായ കണ്ടിട്ട് അവർ പണി കൂട്ടിയെന്നാണ്. അല്ല, അതിനകത്ത് ഈ ഹെൽപ്പറായിട്ട് നിൽക്കുന്നവർ നേരത്തെ വരും. അവർക്ക് ആ ജോലിയിൽ വലിയ ആസ്വാദ്യങ്ങൾ കുറവായിരിക്കും. എന്നാൽ അല്ലാത്ത ചിലരുണ്ട്, ആ പണിയിലെ മെയിൻ ആൾക്കാരെ ശ്രദ്ധിച്ചോ, അവരുടെ ചെവിയിലൊരു പെൻസിലും
കണക്ക്, അവരുടെ കയ്യിൽ മീറ്ററൊക്കെ ഉണ്ട്, എല്ലാ അളവുകോലുകളൊക്കെ ഉണ്ട്. അവരൊരു കണക്കിനകത്ത് അവരായിപ്പോയി. അവർക്കത് തീർക്കാതെ ചായ കുടിക്കാൻ തോന്നുമില്ല. അവർ പറയും അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾ കഴിച്ചോളാം, ഞങ്ങൾ ഇതും കൂടി ഒന്ന് തീർത്തോട്ടെ. അതിൻ്റെ അർത്ഥം അത് തീർത്തില്ലെങ്കിലും ചായ കുടിക്കാം. എന്നാൽ അതിനേക്കാൾ വലുത് വേല തികയ്ക്കുന്നത് അവർക്കൊരു ആഹാരമാണ്. യേശു പഠിപ്പിച്ച ഓരോ കാര്യങ്ങളിലും വലിയ അർത്ഥമുണ്ട്. അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ ആഹാരം. എനിക്ക് ഒരു ജോലിയുണ്ട്, ആ ജോലി ഒന്ന് തീർക്കണം. എന്നെ എൻ്റെ പിതാവ് അയച്ച വേല, ദൈവം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്? യേശുവിനെ അറിയാം, എന്നെ ഒരുവൻ അയച്ചതാണ്, അവൻ എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്, ആ വേല എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യണം, അത് തീർക്കുമ്പോഴാണ് എൻ്റെ വിശപ്പ് അടങ്ങും. യേശു ദേവാലയത്തിൽ വന്ന് താൻ ആ ഉപവാസം കഴിഞ്ഞ് നേരെ ദേവാലയത്തിൽ വന്ന് അന്ന് യേശു പറയുന്നൊരു കാര്യമുണ്ട്, കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ വിടുവിപ്പാനും ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാനും തടവിലുള്ളവരെ മോചിപ്പിക്കാനും ബന്ധനങ്ങളെ അഴിക്കുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കുക, ക്രയോ എന്നൊരു വാക്ക്, വേർതിരിക്കുക. അപ്പോൾ എന്നെ ദൈവം വേർതിരിച്ചത് ഇന്ന കാര്യത്തിനാണ്. ആ കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് വിശപ്പ് മാറുന്നത്. അതായത് വിശപ്പെന്നുള്ളത് നമ്മുടെ ശരീരം നമ്മോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് കൊടുക്കുമ്പോഴാണ് ശരീരം സംതൃപ്തമാകുന്നത്. ശരീരം പറയും എനിക്ക് ദാഹിക്കുന്നു, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം എടുത്ത് കുടിക്കും. ശരീരം നമ്മളോട് പറയും വിശക്കുന്നു, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരീരം നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. അപ്പോൾ അതിനുള്ളൊരു വിശപ്പ്. ഇതുപോലെ തന്നെ പാപത്തിനും ഒരു വിശപ്പുണ്ട്. അതിനെ പറയുന്നത് ജഡത്തിൻ്റെ വിശപ്പ്. പാപത്തിനും ഒരു വിശപ്പുണ്ട്. ചിലർക്ക് ആ പാപം ചെയ്തു കഴിഞ്ഞാലേ വിശപ്പ് മാറും. അപ്പം ജഡം നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചിലർക്ക് സിഗരറ്റ് വലിച്ചു കഴിയുമ്പോൾ സംതൃപ്തിയാണ്. കാരണം അത് നമ്മുടെ ജഡം നമ്മളോട് ചോദിക്കുന്നത്, ശരീരം ചോദിക്കുന്നതല്ല, നമ്മുടെ പാപം നമ്മളോട് ചോദിക്കുന്ന ഒരു പാപമാണത്. എന്താണ്? ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അതിൽ ജഡം സംതൃപ്തമാകും. മദ്യപാനം നമ്മുടെ ജഡത്തിന് സംതൃപ്തി കൊടുക്കുകയാണ്. വ്യഭിചാരം നമ്മുടെ ശരീരമല്ല, നമ്മുടെ ജഡം, നമ്മുടെ പാപ സ്വഭാവം, നമ്മിലുള്ള ആദാമ്യ പ്രകൃതം നമ്മോട് ചോദിക്കുന്ന ഒന്നാണ്, എനിക്ക് ഇന്ന പാപം ചെയ്യണം. അതുകൊണ്ടാണ് അന്യജഡം കണ്ട് തൃപ്തി വരാത്ത ദേഹികൾ എന്ന് നമ്മൾ യൂദായുടെ ലേഖനത്തിലൊക്കെ കാണുന്നുണ്ട്. തൃപ്തി വരുന്നില്ല. പത്രോസിൻ്റെ ലേഖനത്തിലുമുണ്ട്. അന്യജഡം കണ്ട് തൃപ്തി വരുന്നില്ല. അതിനുള്ളൊരു വിശപ്പ്, തെറ്റ് കാണാനുള്ളൊരു വിശപ്പ്, അശുദ്ധി ചെയ്യാനുള്ളൊരു വിശപ്പ്. അത് ചെയ്താലേ തൃപ്തിയാകും. ചിലരോട് പകയുണ്ടെങ്കിൽ അവനെ ആക്രമിച്ചാലേ അവൻ അടങ്ങൂ. രണ്ട് കൊടുത്തു, എനിക്ക് മതി, ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്, എന്നാലേ അത് അടങ്ങൂ. അത് ആ ജഡം, ആ പാപ പ്രകൃതത്തിൻ്റെ വിശപ്പ് മാറ്റലാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ദൈവവചനം കേട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ എൻ്റെ ജഡമാണല്ലേ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെ, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം. ശരീരം നമ്മളോട് ചോദിക്കും, കൊടുക്കണം. വെള്ളം വേണം, കൊടുക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ചൂടുകാലത്ത് വെള്ളം ധാരാളം കുടിക്കണം. കാരണം വിയർപ്പിലൂടെ ഒത്തിരി വെള്ളം പോകുന്നതുകൊണ്ട് നാം ധാരാളം, ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ കുടിക്കണം. ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. ശരീരം നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആവശ്യം ദൈവം വെച്ച സിസ്റ്റമാണ്.
എന്നാൽ ജഡത്തിൻ്റെ ആവശ്യം ദൈവം വെച്ചതല്ല. ജഡത്തിൻ്റെ ആവശ്യം പാപം ചെയ്ത് തൃപ്തിയാകണം. പാപം ചെയ്യുമ്പോഴാണ് ജഡം സംതൃപ്തമാകുന്നത്. അത് ദൈവം വെച്ച സിസ്റ്റമല്ല. വിശപ്പും ദാഹവും ദൈവം വെച്ച സംവിധാനമാണ്. ജഡത്തിൻ്റെ വിശപ്പും ദാഹവും ദൈവം വെച്ചതല്ലെന്ന്. അതിനെ നാം പോഷിപ്പിക്കരുത്. ജഡം പറയും, അത് നോക്ക്, അത് കണ്ട് തൃപ്തിയാക്, ഇന്ന പാപം ചെയ്യ്, മദ്യപിക്ക്, മയക്കുമരുന്ന്. ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഒരു ഗുണമല്ല, ശരീരത്തെ നശിപ്പിക്കുകയാണ്. മയക്കുമരുന്നിന് അഡിക്റ്റായ പെൺപിള്ളേരെ ആൺപിള്ളേരെ എനിക്കറിയാം. അവർ വീട്ടിൽ വന്നാൽ ഒരു അസ്വസ്ഥമായ ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ. അത് ഉപയോഗിച്ചാൽ അവർ നോർമലാകും. കാരണം അവർ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് അവരെത്തി. അവർക്ക് തൃപ്തിയാകണമെങ്കിൽ, അവർ നോർമലാകണമെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കണം, മദ്യപിക്കണം. കുടിച്ചില്ലെങ്കിൽ കൈവിറക്കും. എന്താ കാരണം? പുക വലിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത. എന്താ കാരണം? പാപമാണിത് ചെയ്യിക്കുന്നത്. പാപമാണിത് ചെയ്യിക്കുന്നതെങ്കിൽ ഇത് ശരീരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? ശരീരം നശിക്കും. ശരീരം എന്താണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ശരീരത്തെ നശിപ്പിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന ഒരു ചതിയാണ്. ദൈവത്തോട് അകറ്റാൻ പിശാച് കൊണ്ടുവരുന്ന ചതിയാണ് പാപത്തിന് തൃപ്തി വരുത്തുക എന്നൊരു സംവിധാനം. അതിനോട് ഇന്ന് നമ്മൾ പ്രാണത്യാഗത്തോടെ എതിർക്കണം. ഇല്ല, ഞാൻ പുകവലിക്കില്ല, ഞാൻ മദ്യപിക്കില്ല. അമിത ഭക്ഷണം അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കണം. എത്രയോ ദൈവദാസന്മാർ 40-നും 50-നും വയസ്സിനിടയിൽ മരിച്ചു. കാരണം അവർ കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, അമിത ഭക്ഷണം. ശരീരത്തിന് കൊടുക്കേണ്ട വ്യായാമം ചെയ്യുന്നില്ല. വിയർത്ത് ഒഴുകണം, ദിവസവും നടക്കണം, ട്രെഡ്മില്ലിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ എന്തെങ്കിലും ചെയ്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഭക്ഷണത്തെ നാം കലോറിയാക്കി മാറ്റണം. അറിവില്ലാത്തത് കൊണ്ട്, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഞാൻ പ്രായോഗികമായ കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളവരാണ്. വെറുതെ കേട്ടിരിക്കാനാണെങ്കിൽ പ്രായോഗിക കാര്യം പറയണ്ട. ബൈബിളിൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, അത് പോരാ. നാം ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യണം. അവരുടെ വയറ് ദൈവമെന്ന്. അപ്പോൾ കൂടുതൽ തിന്നുന്നവർ വിഗ്രഹാരാധികളാണ്. വയറിനെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. വയറ് ചോദിക്കുന്നത് മുഴുവനും ടേസ്റ്റ്. അയ്യോ, എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ചെറുപ്പക്കാരനെ അറിയാമായിരുന്നു. നമ്മൾ ലഡുവൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കപ്പലണ്ടി തിന്നുന്ന പോലെ ഓരോന്നോരോന്ന് ലഡു തീരുന്നത് അറിയില്ല. കപ്പലണ്ടി തിന്നുന്നത് പോലെ നമ്മളൊരു ലഡു ഒരു 10 വട്ടം കടിച്ചാലേ അത് തീരുള്ളൂ. ഇത് എൻ്റെ വായേക്കാൾ ചെറിയ വായാണ്, പക്ഷെ ലഡു തിന്നുന്നത് പോലെ. ഷുഗർ കൊണ്ട് നടക്കാൻ മേലെ ഇപ്പോൾ ആൾക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മെ നശിപ്പിക്കുകയല്ലേ. കള്ളു കുടിക്കുന്നില്ല കേട്ടോ, കള്ളു കുടിക്കുന്നില്ല, മയക്കുമരുന്നുമില്ല, ലഡുവേ തിന്നുന്നുള്ളൂ. ഇത് നമ്മെ നശിപ്പിക്കും. നാം ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുക. പിശാചിനെ അറിയാം നമ്മെ ഈ ഭൂമിയിൽ അധികം കാലം വെക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയണം. ശരിയായ വിശപ്പിലേക്ക് വരണം. ശരീരത്തിന് കൊടുക്കേണ്ടത് നാം കൊടുക്കണം, ജഡത്തിന് കൊടുക്കേണ്ടത് കൊടുക്കരുത്. ജഡത്തിനൊരു വിശപ്പുണ്ട്, പാപം ചെയ്യണം. ശരീരത്തിൻ്റെ വിശപ്പ് അത് വേണ്ടത് നാം കൊടുക്കണം. എന്നാൽ ആത്മാവിൻ്റെ വിശപ്പ്, അതിനാണ് നാം തൃപ്തി വരുത്തേണ്ടത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. ദൈവത്തോട് കൂടുതൽ സമയം ചെലവഴിക്കണം. ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ച വേല നാം പൂർത്തിയാക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു നല്ല സദ്യ ഉണ്ടിട്ട് എഴുന്നേൽക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് സംതൃപ്തി. അതാണ് യേശുവിടെ വിവരിക്കുന്നത്. നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്കിവിടെ കഴിക്കാനുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികക്കുന്നതാണ്
എൻ്റെ ആഹാരം. എന്നിട്ട് യേശു പറഞ്ഞു, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? തല പൊക്കി നോക്കുവിൻ, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ കാണും എന്ന് നിങ്ങളോട് പറയുന്നു. അപ്പോൾ തലപൊക്കി നോക്ക്. ഇനി കുറേ നാൾ കഴിഞ്ഞിട്ടാ കൊയ്ത്തെന്ന് പറയരുത്, ഇപ്പോഴും തന്നെ കൊയ്യുന്ന സമയമാണ്. യേശുവിൻ്റെ കാലം, യേശു പറയണം, അന്നേ കൊയ്യുന്ന കാലമെങ്കിൽ ഇന്ന് നമ്മുടെ മുൻപിലുള്ള എല്ലാ വീടുകളെയും, നമ്മുടെ മുൻപിൽ കാണുന്നവരെയെല്ലാം നമ്മൾ കൊയ്തെടുക്കേണ്ടവരായിരുന്നു. ദൈവത്തിന് വേണ്ടി കളപ്പുരയിലേക്ക് ശേഖരിക്കേണ്ട വിലയേറിയ ധാന്യമണികളാണ്, ഒന്നും നഷ്ടപ്പെടാതെ കൊയ്തെടുക്കേണ്ട ധാന്യമണികളാണ് ഈ വിളഞ്ഞു കിടക്കുന്നത്. അത് സമയത്തെടുത്തില്ലെങ്കിൽ, കൊയ്യാനുള്ളത് സമയത്ത് കൊയ്തില്ലെങ്കിൽ മുളച്ചു പോകും, കെട്ടുപോകും, വെള്ളം കയറി ചീഞ്ഞു പോകും. ഇതല്ലേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. സമയത്ത് കൊയ്തെടുക്കുന്നില്ല. യേശുവിൻ്റെ വിശപ്പ്, ഇതൊന്ന് ചെയ്തിട്ട് ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചോളാം. നമ്മുടെ വീട്ടിലെ പണിക്കാർ വന്നിട്ട് ചെവിയിലൊക്കെ പെൻസിൽ വെച്ചുകൊണ്ട് വരയിട്ട് സ്കെയിൽ വെച്ച് മുറിക്കുന്ന ആശാരി പറയില്ലേ, പിന്നെ കഴിച്ചോളാം. ചൂടാറട്ടെ. അതിനേക്കാൾ വലിയ ചൂടിലാണ് ഈ വേല തികയ്ക്കുന്നത്. നമ്മൾ വൈകിട്ട് കൊടുക്കുന്ന 1300, 1500 കൂലിയിലല്ല അദ്ദേഹത്തിൻ്റെ വിശപ്പടങ്ങുന്നത്. അദ്ദേഹം അത് ആസ്വദിക്കുകയാണ്. അത് വേലയാണ്. ആ വേലയിൽ അവർ സംതൃപ്തരാണ്. എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടായ്മയിലെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് 2, അതായത് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത കാലത്ത് ലീവ് എടുക്കാതെയുള്ള ലീവ് അവസാനം വന്നപ്പോൾ 2 വർഷത്തെ ലീവുണ്ട്. അദ്ദേഹം ലീവ് എടുത്തില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ 2 വർഷം മുമ്പേ റിട്ടയർ ആകാം, പോകുന്നില്ല. അദ്ദേഹം ആത്മാർത്ഥമായി, വെയിൽ കൊള്ളുന്നൊരു ജോലിയാണ്, വെയിൽ കൊള്ളണം, ആ വെയിൽ കൊള്ളുന്ന ജോലി ആസ്വദിച്ച് ചെയ്തു. വേല തികയ്ക്കുന്നത് അത് നമ്മുടെ ആഹാരമാണ്. യേശുവിനെ പോലെ ആത്മാക്കളെ നേടാൻ, അതിനകത്ത് ആനന്ദിക്കുവാൻ, ഏറ്റവും വലിയ വിശപ്പും ദാഹവും ദൈവവേലയിലായിരിക്കട്ടെ. അങ്ങനെയുള്ളവർ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ളവർ പരാജയപ്പെടില്ല. അങ്ങനെയുള്ളവർ വിജയികളായി മാറും. നമുക്ക് വിശ്വസിക്കാം. തല ഉയർത്തി നോക്കിയാൽ മുഴുവനും നിലങ്ങൾ കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുന്നു. ആ വേല തീർക്ക്. എങ്ങനെ ആത്മാക്കളെ നേടുക, എങ്ങനെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കാം, എങ്ങനെ കർത്താവിൻ്റെ രാജ്യം വളരും, ചർച്ച എങ്ങനെ വളരും, സഭയെ എങ്ങനെ ഒരു വളരുന്ന സഭയാക്കാം, സഭയെ എങ്ങനെ ശക്തിയാക്കാം. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ വേല തികക്കും, ഞാൻ എൻ്റെ സഭയെ പണിയും. അതാണ് യേശുവിൻ്റെ വേല. പാതാള ഗോപുരം ജയിക്കാത്ത ഒരു സഭ, അതിനുവേണ്ടി കൂടെ നിൽക്കണം, യേശുവിൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, പിള്ളേരുടെ ഭാവി, വീടിൻ്റെ പണി എല്ലാം കർത്താവ് നോക്കും. നമ്മൾ അവൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരനാണ്. ന്യായമായത് തരാനാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂലി തന്നിരിക്കും. അവൻ നല്ല യജമാനാണ്, അവൻ നല്ല തോട്ടക്കാരനാണ്. ഈ തോട്ടത്തിൽ വേല ചെയ്യുന്നവരാരും കുറഞ്ഞു പോകില്ല. അറിഞ്ഞു ചെയ്യുന്ന ദാസൻ, അതാണ് നമ്മൾ. അറിയണം, പിതാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഈ വേലയിൽ വളരെ സംതൃപ്തിയുള്ളവരായി. എനിക്ക് കർത്താവിൻ്റെ വേല ഒന്നാമത്. ഇതിൽ എൻജോയ് ചെയ്യാൻ, ആനന്ദിക്കാൻ, ആസ്വദിക്കാൻ പഠിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഈ വേലയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ ആയിരിക്കുന്നു. കർത്താവിൻ്റെ ഈ വേല ആനന്ദിക്കുവാൻ, ആസ്വദിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൃപ ഞങ്ങൾ അങ്ങയോട് ചോദിക്കും. ഈ വേല, അങ്ങയുടെ സഭ പണിയുന്ന ഈ വേല, ആത്മാക്കളെ നേടുന്ന, സ്വർഗം നിറയ്ക്കുന്ന, നരകത്തെ കൊള്ളയടിക്കുന്ന ഈ വിലയേറിയ ശുശ്രൂഷ, അത് ഭംഗിയായി ആനന്ദത്തോടെ, മറ്റെല്ലാ സംതൃപ്തിയേക്കാൾ വേല ചെയ്യുന്ന സംതൃപ്തിയിൽ ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ നേടുവാൻ, ബന്ധുക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ, സ്വർഗത്തെ നിറക്കുവാൻ ഈ വേല പകലുള്ളിടത്തോളം പകലിൻ്റെ പ്രവൃത്തി ചെയ്യണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ കേൾക്കുന്ന വചനങ്ങൾ വീണ്ടും വീണ്ടും യൂട്യൂബിലുള്ളത് കൊണ്ട് നിങ്ങൾ ധ്യാനിക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഈ മിനിസ്ട്രിയിൽ, കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ കൈത്താങ്ങൽ തരണം. സാമ്പത്തികമായി വലിയ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കൈത്താങ്ങൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ ഇതേ സമയത്ത് കാണാം.
ഗോഡ് ബ്ലെസ് യു.